അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇന്നലെ രാത്രി ആകുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും അനിയനും ഭാര്യയും മക്കളും പിന്നെ തൊട്ട വീട്ടിൽ നമുക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. അവനും കൂടി ഹെൽപ്പ് ചെയ്ത് അവരാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഈ സാരിക്ക് ഹാങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവരുണ്ടായത് കേട്ടോ. പിന്നെ ഇന്ന് വന്നിട്ട് രാവിലെ ഞങ്ങളിത് ക്ലീനാക്കി പുലർച്ചെ 5 മണിക്ക് വന്നു കേട്ടോ. 5 മണിക്ക് ഒന്ന് ക്ലീനാക്കി ഇതേ പൂവൊക്കെ ഇട്ടു. കുറച്ച് ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ കേട്ടോ. പ്രായത്തിൻ്റെ ഞങ്ങൾക്ക് ഇത്ര പ്രായമായില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് അതിൻ്റെ ഐഡിയ പോലെ ഒന്നും ഇടാറില്ല. ഉള്ളതുപോലെ ഓണം അല്ലേ, ഉള്ളതുപോലെ ഓണം. ആ എങ്ങനെയാ സത്യ ഉള്ളതുകൊണ്ട് ഓണമെന്ന് അതൊന്നു തന്നെയല്ലേ. എന്തെങ്കിലും ആവട്ടെ, കാര്യം മനസ്സിലായ. അതേ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. ചെറുത് വെച്ചാൽ വളരെ ചെറിയ ഷോപ്പാണ്. ദൈവത്തിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പള്ളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും അനുഗ്രഹത്തിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല കാലം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് ആലോചിക്കലാണ് കേട്ടോ. നല്ല കാലുണ്ട്, അതുമില്ല, വേദനിച്ചിട്ട് നടക്കുന്നത്. വേനയുടെ ഗുളിക കഴിച്ചിട്ട് വേനയുടെ മരുന്ന് കഴിച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ നടന്ന് എത്തിയിട്ട് എത്രയോ ദിവസങ്ങൾ കാണുമ്പോൾ സത്യം ഒരു ചെറിയ ഷോപ്പാണ്, ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ എത്ര ദിവസത്തെ ഞങ്ങളുടെ ഉറക്കും കാര്യങ്ങളാണെന്ന് പറയും. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏജൻറ്റ് തോന്നി ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെയൊക്കെ ആയി കിട്ടി. ദൈവത്തിൻ്റെയും എല്ലാവരുടെയും അങ്ങനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി കിട്ടി. അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോളുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ കുണിക്കുമ്പോൾക്ക് നമ്മുടെ ചേച്ചി വലിയൊരു ഗിഫ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അവൾക്ക് ഗിഫ്റ്റ് വെച്ചു. ഞാൻ പറയാം കുണുക്കൻ്റെ കാര്യമാകുമ്പോൾ എങ്ങനെ നടക്കും, കുണിക്കിൻ്റെ കാര്യം വേണം. ഈ തിക്കിൻ്റെ ഇറക്കിൽ വന്നു അവളുടെ കാര്യങ്ങൾ ഇങ്ങനെയായി. അപ്പോൾ ഞാൻ കുണിക്കണം അമ്മയ്ക്ക് ടോയൊന്നും മേടിച്ചു തരില്ല. അമ്മ ഡ്രസ്സും കേക്കൊക്കെ മേടിച്ചു തരാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. അവിടെ അതിനായിട്ട് അടിച്ചൊരു പോട്ടെ. ഇനി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ട് വരെ 2 അവിടെ എനിച്ച് വേഷം കിട്ടാം. പോട്ടെ, സ്വന്തം കടയുടെ ഭംഗിയാണ് ആശ. പോവാ, അതിന് മാത്രം ഭംഗിയാക്കിയിട്ടില്ല. ഒക്കെ ഇങ്ങനെ നമ്മൾ തട്ടിക്കൂട്ടി പണിയാണല്ലേ കേട്ടാ. നമ്മുടെ ജീവിതം തന്നെ ആകെ തട്ടിക്കൂട്ടായിട്ടപ്പോൾ ജീവിക്കും. പരാതിയില്ല കേട്ടോ, പരാതിയില്ല. എന്താ വെച്ചെങ്കിൽ നമ്മൾ തോറ്റ് കിടക്കുന്നവരെ വീട്ടിൽ ചവിട്ടി താഴ്ത്തണ ഒരു സ്വഭാവമായിട്ടല്ല. അത് പിന്നെ കാര്യമില്ല. സാരില്ല, വാ ഇനി ഇവിടുന്ന് പോയിട്ട് ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് പോവാട്ടെ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ പൂവും കാര്യങ്ങളൊക്കെ ഇട്ടു. ഗ്ലാസ്സുമേ നമ്മളെല്ലാവരും കണ്ടിട്ട് നടക്കുമ്പോൾ ചില്ലുമ്പോൾ കൈയൊക്കെ വെച്ചിട്ടുള്ള പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്പ്രേ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. 5 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടന് വന്നതാണ് ഷോപ്പ് ക്ലീനാക്കാൻ. ഏകദേശം ഷോപ്പൊക്കെ ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ ഷോപ്പ് വരുന്നത്. എന്നാലും ഉള്ളതുകൊണ്ട് ഓണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ നോക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ കറക്റ്റ് ഇടുന്നില്ല, ഈ ഗ്ലാസിൻ്റെ മാത്രം പൂട്ടിയിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ സമയം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ. 8 മണി ആയിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ. ഞങ്ങൾ പോയി കഴിഞ്ഞ് പനി എണ്ണയാണ് ഷേവ് ചെയ്യണം, കുണക്കിന് പല്ലേപ്പിക്കണം, കുണിക്കിന് പല്ലേപ്പിക്കണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു വേഗം ഇറങ്ങുന്നു. അപ്പോൾ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആ കവറിൽ. ശബ്ദം നല്ലോണം പോയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി സെറ്റാവുമോ എന്നുള്ളത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ. പക്ഷേ ശരിയാവണം കാണാനില്ല. അപ്പോൾ ശരിയാവാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ. എൻ്റെ തൊണ്ടയ്ക്കൊക്കെ എന്തൊരു അസുഖമുള്ളത് കൊണ്ടാണ് കേട്ടോ. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് അടഞ്ഞ് വരികയാണ്. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പ്, അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ കുണിക്കുമ്പോഴുള്ള ബർത്ത്ഡേ ഒരു ചെറിയ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ കേക്ക് നമ്മുടെ താഴെ ഒരു ബേക്കറി ഉണ്ട്, അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. വീട്ടിലുണ്ടാകുന്ന കേക്കാണ്, അടിപൊളി കേക്കാണ്. ഞങ്ങളുണ്ടാകുന്ന കേക്ക് മാത്രമേ തിന്നാറുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മാറ്റി ചിന്തിച്ചത് ഇവിടെ നിന്ന് 1-2 സ്ഥലത്തെ കേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാവാറുള്ളൂ കേട്ടോ. അത് ഇവിടുത്തെ കേക്ക് നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ കടയുടെ ഓപ്പണിങ് ചെയ്യുന്നത് കുണുക്കൻ കാത്തുമ്മ, ഇവർ 3 ആളും കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ കടയുടെ ഓപ്പണിങ്. അപ്പോൾ കാർത്തൂന് അവിടേക്ക് എത്തുന്നില്ല, അപ്പോൾ ഇതേ എടുത്ത് പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ശരിക്കും പിടിച്ച് കട്ട് ചെയ്യാറായതുകൊണ്ടാട്ടോ ഞാൻ അവരുടെ കൈ പിടിച്ചിട്ട്, അല്ലെങ്കിൽ അവരാണ് കേട്ടോ നമ്മുടെ കടയുടെ അതിഥി. പുതിയ ആരെങ്കിലോട് ആരെങ്കിലും എൻ്റെ ഓപ്പണിങ്ങിന് ആരെങ്കിലും എൻ്റെ യൂട്യൂബേഴ്സ് എൻ്റെ ഞാൻ വെച്ചാൽ എന്തിനാ പുതിയത് പുറത്തുനിന്ന് യൂട്യൂബേഴ്സില്ലേ, നമ്മുടെ കുട്ടി യൂട്യൂബേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ നമ്മുടെ മഹാറാണിമാരാണ് അവർ, മഹാരാജാവൊക്കെയാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ഞാൻ കാത്തിനോടാണ് ആദ്യമായിട്ട് അമ്മമ്മയുടെ കടയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ഉള്ളുകാരനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിയാണ് നമ്മുടെ കടയിൽ ആദ്യം കയറിയത്. പിന്നെ കുണുക്കുമ്പോൾ കയറി, കുണിക്കുമ്പോൾ കയറി, കുഞ്ഞനച്ചും എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. ഷെബി മുന്നും ബാക്കിൽ വരുന്നുണ്ട്. ഇടയ്ക്ക് കട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഉറക്കം വരികയുണ്ട്, കോട്ടായി ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സാരിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഓരോ ദിവസം റീലും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ കുഞ്ഞ് കൊടുത്താണ് നമ്മുടെ കൃപേരെ സാരി തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചൊരു കോഫി ബ്രൗൺ കളർ സാരിയാണ് കേട്ടോ. കുറേ നാളെ ഞാൻ കോഫി ബ്രൗൺ തപ്പണം, ഇതിനും ഭയങ്കര ഡാർക്കാട്ടോ, അത് നല്ല കോഫി ബ്രൗണാണ്. അങ്ങനെ നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ പോളേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഈ കടയുടെ ഓപ്പണിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നതും നമ്മുടെ 3 കുട്ടിപ്പട്ടാളങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാനും എന്നെ കൈ പിടിക്കുന്നത്, അവർക്ക് ഒറ്റയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവരെ പിടിക്കുന്നത്. ഇവർ 3 ആൾ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. എല്ലാവരും ഐശ്വര്യമാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞു മക്കളല്ലേ ഏറ്റവും ഐശ്വര്യം. അവർ കളങ്കോ കാര്യങ്ങളോ ഇണക്കുകളോ ഒന്നുമില്ലാത്ത പ്രായം, നല്ല പ്രായം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവരോട് അത് വീഡിയോ ഇവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവരൊരു സന്തോഷമല്ലേ അവരോട് ആദ്യമായിട്ട് ജീവിക്കും, അത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അനുവേട്ടൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഏട്ടനാണ് നാളെ ഗൾഫിൽ പോകണം. അപ്പോൾ ഏട്ടൻ പോണേക്കാൾ മുന്നേ ചെയ്യാമെന്ന് വെച്ചു. ഏട്ടനും ആ മഞ്ഞ സാരി കൊടുത്താണ് കേട്ടോ നമ്മുടെ എടുത്തി. അപ്പോൾ ഏട്ടനാണ് കേട്ടോ. പിന്നെ തിരി കൊളുത്തുന്നത് നമ്മുടെ വീട്ടിൽ കാറുന്നവർ ഏട്ടനാണ്. അപ്പോൾ ഏട്ടനാണ് തിരി കൊളുത്തുന്നത് കേട്ടോ. തൊണ്ടടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളിങ്ങനെ വാതാ ഹെൽപ്പ് ചെയ്യാൻ. ഈ ശബ്ദം കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അറിയില്ല എന്താണെന്ന് അറിയണില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ അനുവേട്ടൻ്റെ അനിയനാണ് കേട്ടോ. അനിയൻ്റെ ഭാര്യ ഇവിടെ എവിടെയോ ഉണ്ട്, കാണാനില്ല. അപ്പോൾ മൂപ്പര് വിളക്ക് എടുത്തേക്കും മൂപ്പർക്ക് തൊടാൻ പറ്റാത്തൊരു സമയമായിക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയും അനിയത്തിയും ഏട്ടൻ അവരെ കൈ പിടിക്കാഞ്ഞത് വേറെ ഒന്നുമല്ല. പിന്നെ പൊന്നിനും പറ്റിയെത്ത സമയം നമ്മുടെ ഷെബിയാണ് കേട്ടോ അടുത്തത് ചെയ്യുന്നത്. കാത്തുമ്പോൾ പിന്നെ ആദ്യം ചെയ്തില്ല, പിന്നെ കാത്തുൻ്റെ കൈയൊന്നും പിടിച്ചില്ല, ഷെബിയാണ് പിന്നെ തിരി കൊടുത്തത്. പിന്നെ അടുത്ത സ്ഥാനം കൈമാറുന്നു നമ്മുടെ അച്ഛനും കുഞ്ഞിനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മെറൂൺ സാരിയാണ് കേട്ടോ അനിയൻ്റെ ഭാര്യ. അങ്ങനെ അവർ തിരി കൊളുത്തി അവർ കണ്ട. അപ്പോൾ കുഞ്ഞിനും അച്ഛനും കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുവാവുണ്ട്, കുഞ്ഞിൻ്റെ വയറ്റിൽ ഉണ്ണിവാവുണ്ട്, തിരി കൊളുത്താൻ അല്ലേ. എല്ലാം സന്തോഷം, ഹാപ്പി, എല്ലാം നന്നായി വരട്ടെ നമുക്ക്. അങ്ങനെ പിന്നെ അടുത്തത് നമ്മുടെ പോളേട്ടനാണ് കേട്ടോ. പോളേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-22 വർഷത്തെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഇവർക്ക് 28 വർഷത്തെ പരിചയമാണ് എനിക്ക്. ഇവർക്ക് കുട്ടിക്കാലം തൊട്ടേ ഉള്ള പരിചയമല്ലേ. അപ്പോൾ പോളേട്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ തൊട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്ത് കാര്യത്തിനും പോളേട്ടൻ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പോളേട്ടനും കത്തിച്ചതിന് ശേഷമാണ് ഞാനും എന്നേണ്ടും കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ ആദ്യം കത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊപ്പം വന്നു. നേരത്തെ അവർ കത്തിക്കുമ്പോൾ ഞാൻ കൈ പിടിച്ചില്ല. അപ്പോൾ ഒരാടെ എത്തിച്ച് പിടിക്കണമെങ്കിൽ നമ്മുടെ കാത്തുമ്മ വിരലോടെ തൊട്ട് നിന്നായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് സംസാരിക്കുന്ന. അങ്ങനെ നമ്മുടെ കുണിക്കുമ്പോഴുള്ള ബർത്ത്ഡേ കുഞ്ഞൊരു കേക്ക് കട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വിഷമമുണ്ട്. അമ്മ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യണം കുഞ്ഞ് എന്നൊക്കെ. അപ്പം ഞാൻ പറ്റാത്തൊരു സമയമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തിലെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ലെന്ന് പുള്ളിക്ക് രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറി അടിക്കണ്ടുണ്ടേ. ലോട്ടറി അടിച്ചിട്ട് കോപ്പിൽ നിങ്ങളുടെ പോലെയുള്ള ഒരു മനസ്സ് വെച്ചിട്ട് ഒരു സാരി എടുത്ത് സഹായിച്ചാലും മതിയില്ലേ.
കാശ് കിട്ടാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അയ്യോ അങ്ങനെ അതിനായിട്ട് ഉണ്ണി കേൾക്കുന്നില്ല. പക്ഷേ കൊടുക്കുമ്പോൾ കൊടുക്കാൻ എനിക്ക് വേണ്ടാന്ന് കേട്ടോ. അതിനെ കൊടുക്കുമ്പോൾ പറഞ്ഞു അമ്മ കഴിച്ചപ്പോൾ പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ നീ നമ്മുടെ മക്കളുണ്ടല്ലോ നീ കുണിക്കുമ്പോഴേക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ മൂത്തത് പൊന്നുമാണ്. അപ്പോൾ മൂത്ത പൊന്നും അവളുടെ ഭർത്താവ് കഴിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞനാണ് രണ്ടാമത്തത്. അങ്ങനെ കുഞ്ഞൻ കഴിച്ചു. പിന്നെ അച്ചു അതിൻ്റെ ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ വന്നത്. ഗിഫ്റ്റാണ് കേട്ടോ. അത് നോക്കി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കുടിക്കുമ്പോഴേക്കും ഒരു കമ്മൽ കഴിഞ്ഞ കൊല്ലം ഷേപ്പ് ചെയ്യുന്നുണ്ട് കമ്മൽ കൊടുത്തത് അല്ലേ. ഈ കൊല്ലം ഒരു കമ്മൽ. പക്ഷേ എനിക്ക് ആ കമ്മൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു എനിക്ക് നല്ലൊരു കമ്മലായിരുന്നു വിചാരിച്ചു. നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡ് എടുത്തിട്ട് അതിലുണ്ടായിരുന്നു അങ്ങനത്തെ സ്റ്റഡ്. അന്ന് കാണുമ്പോഴേ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ കുണിക്കാൻ നല്ല ഭംഗിയുള്ളൊരു നല്ല രസം. അതിൻ്റെ ഉള്ളിൽ എന്താന്ന് പറയാൻ അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ കളിക്കാരിവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചേച്ചി ഒരു കമ്മൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷെബി ഒരു കമ്മൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഏതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാരി നമ്മുടെ കൃപയിലുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മൾ ഞാൻ ഈ സാരിയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പിന്നെ ഈ ഒരു സാരിയാണ് കുഞ്ഞുടുത്ത സാരി, ഞാൻ ഉടുത്ത സാരി, പൊന്നുടുത്ത സാരി, അനീത്തി ഉടുത്ത സാരി, എടുത്തെടുത്ത സാരിയൊക്കെ നമ്മുടെ കൃപയിലത്തെ മോഡൽ സാരികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഇതിനായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മെസ്സേജ് തന്നിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിട്ടോ. ഈ സാരി സെലക്ട് ചെയ്തത് നമ്മുടെ അഞ്ഞേട്ടനാണ് കേട്ടോ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഉടുക്കാനും ഒക്കെ നല്ല ഭംഗിയും പിന്നെ നല്ല ഒതുക്കായിരുന്നു. തടിയുള്ളവർക്ക് എപ്പോഴും ഇങ്ങനത്തെ സാരി വേണം കേട്ടോ. നല്ല സാരിക്ക് ഒരു കനം കുറവുണ്ടെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ളൊരു മോഡൽ സാരി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സാരി എടുത്തിട്ട്? അടിപൊളി സാരിയാണ്. ഞാൻ കൊടുത്തപ്പോഴോ ഇതൊന്നും മോശമായിട്ടില്ലല്ലോ. അതാണല്ലോ ഞാൻ സെലക്ഷൻ മോശമില്ലാന്ന് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. കുണിക്കുമ്പോഴായിട്ടൊരു ബർത്ത്ഡേയുടെ ഫോട്ടോ കാരണം ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി പിറന്നാളിനിടാം. അത്രേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ ചേട്ടാ. കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് നല്ല നിലയ്ക്ക് അവസാനിച്ചു. എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ ചെറിയ കുറവുകൾ ഞങ്ങൾക്ക് ഈ ഓപ്പണിങ്ങിന് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ മനസ്സോ ശാരീരികമായിട്ടും ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. കൂടുതലൊക്കെ എൻ്റെ ശരീരത്തിനേക്കാളും ടയേർഡ് എൻ്റെ മനസ്സിനായിരുന്നു. അത് മാത്രമല്ല പിന്നെ എന്തോ ഭയങ്കര ഒരു ഭാരമായിരുന്നു മനസ്സിന്. ഇപ്പം എന്തായാലും ഓപ്പണിങ്ങൊക്കെ നല്ല ഭംഗിയിൽ കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് കഴിഞ്ഞത്. നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, എൻ്റെ പേരക്കുട്ടി, പിന്നെ എൻ്റെ ഏട്ടനും അനിയനും, പിന്നെ നമ്മുടെ അടുത്ത തറവാട്ടിലെ ചേച്ചു, നമ്മുടെ ബാക്കിലത്തെ ചേച്ചു, പിന്നെ 2-3 ആൾക്കാരെ ക്ഷണിച്ചു. അവരൊന്നും വന്നില്ല, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ കാരണം ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും ബുദ്ധിമുട്ടും എല്ലാവർക്കും തിരക്കുകളുണ്ടാവും. എന്നാലും നമ്മുടെ വീട്ടിൽ തൊട്ട് ബാക്കിൽ കുര്യാസാൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ തനിക്ക് തോന്നുന്നു അവർ താമസമായിട്ട് ശേഷം തമ്മിൽ നമ്മൾ അതിനാണ് കാണുന്ന പോലും ഇല്ല, സംസാരിക്കുന്നില്ല. നമ്മൾ ബിസിയാണ്, നമുക്ക് കാണാൻ നേരില് നമ്മൾ തിരക്കണം. എന്നിട്ട് പോലും ആ ചേച്ചിയോട് ക്ഷണിച്ച ആ ചേച്ചി നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കണവരായിരിക്കില്ല. നമ്മുടെ ഷോപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാവും നമ്മുടെ ലൈഫിൽ. എനിക്കതൊരു ഇത് എൻ്റെ എന്നോട് പറഞ്ഞിട്ടല്ലായിരുന്നു. ഇപ്പോൾ എന്നാലും കുര്യാസാൻ്റെ ചേച്ചി വന്നപ്പോൾ നമുക്ക് സന്തോഷമായില്ല. ചേച്ചി വന്നല്ലോ. അല്ല, ചേച്ചി അങ്ങനെ എപ്പോഴും പുറത്ത് പോകണ ഒരു വ്യക്തിയോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്ന് വെച്ചാൽ ചേട്ടൻ ജോലിക്ക് പോകും, പിന്നെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും അങ്ങനെ ഓടി നടന്ന് പോണ ഒരാളൊന്നും അല്ല അല്ല. വേണ്ട പെട്ട അത്രയും അത്യാവശ്യം പോണ ആളായതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും വരുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും ചേച്ചി നേരത്തെ തന്നെ എത്തി. നമ്മുടെ ഒപ്പം ആദ്യം തൊട്ട് അവസാനം വരെ ചേച്ചി ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓരോ തിരിച്ചറിവുകളായിരിക്കും അല്ലേ ഓരോന്നും പറഞ്ഞാൽ. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ്. വേറെ ഒന്നുകൊണ്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ചേച്ചി അങ്ങനെ പുറത്തിറങ്ങാത്ത ഒരാളെ അതിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷമാവുക ചെയ്തത്, ഇരട്ടി സന്തോഷമാവുക ചെയ്തത്. പിന്നെ എന്താ പറയുക, എൻ്റെ ഏട്ടനും എടുത്ത് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ തിക്കും ധൃതിയും വെച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓപ്പണിങ് വെക്കാനുള്ള കാരണം ഇവിടെ കുണിക്കുമ്പോഴുള്ള ബർത്ത്ഡേയും എൻ്റെ ഒപ്പം ചേട്ടൻ എൻ്റെ ഏട്ടൻ ബർത്ത്ഡേ ആണ് വെക്കണം. എൻ്റെ അങ്ങനെയുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. കുണിക്കുമ്പോഴുള്ള പേര് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി ഭാവിയിൽ ഞങ്ങൾക്ക് ഒരു ഷോപ്പിനാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം എൻ്റെ മഹാലക്ഷ്മി എന്നുള്ള പേര് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരിക അല്ലേ. കൃപ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ മഹാലക്ഷ്മി കൂടി
കൂട്ടിയിട്ടായിരിക്കും ഞങ്ങൾ വരും. ഞങ്ങളുടെ മഹാലക്ഷ്മിയുടെ ഭാഗ്യം പോലെ 4 മക്കളും ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെ സന്തോഷമാണ്. മക്കളെ പറ്റി പറയുമ്പോൾ മാത്രം എൻ്റെ ശബ്ദം പതറും ചെയ്യും, എൻ്റെ കണ്ണ് ഞാൻ അറിയാണ്ട് തന്നെ നിറഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ മക്കൾ മേലെ അത്രയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ള മക്കളാണ്, എല്ലാം മക്കളാണ്, മക്കളില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ചില നിമിഷങ്ങളുണ്ടല്ലേ നമുക്ക് നമ്മളറിയാണ്ട് എന്തൊക്കെയോ അതൊക്കെ അവരുടെ മക്കളെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഫീൽ എനിക്ക്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മക്കള് ഭയങ്കര ഒരു ചിലപ്പോൾ മക്കൾ പോലും അറിയണ്ടാവില്ല. ചില സമയത്ത് അമ്മക്ക് നേരില്ല, അമ്മയ്ക്ക് മിണ്ടാൻ നേരില്ല, അമ്മയ്ക്ക് അത് അമ്മയുടെ ഓരോ സാഹചര്യങ്ങളും അമ്മയുടെ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനുമാണ് കേട്ടോ. ചിലപ്പോൾ അവർക്കത് തോന്നുന്നുണ്ടാവായിരിക്കും അമ്മ കെയർ ചെയ്യുന്നില്ല, കെയർ തേന ഉണ്ട്. ഒരു പക്ഷേ അനുവേണ്ട പോലും എനിക്കിപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമും കാര്യമില്ല, അത്രയും ബിസിയാണെന്ന് വെച്ചാൽ ബിസിയേക്കാളും ഉപരി എൻ്റെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര തളർന്നിരിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങിക്കുന്നത്. ഇതിനി നല്ല നിലയ്ക്ക് എത്തി വരുന്ന വരയ്ക്ക് നല്ല നിലയ്ക്ക് ഞങ്ങൾ കോടീശ്വരന്മാരാണെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, നല്ല നിലയ്ക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ശരി കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹങ്ങൾ. അപ്പം അങ്ങനെ റിസ്ക് എടുത്ത് പറയുമ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ പുണ്യെ എന്ന് പറയുമ്പോൾ എന്നിട്ട് സെറ്റാവും എന്നിട്ട് എന്തായാലും അന്വേഷണം ഒരു ജോലി നാട്ടിൽ നിൽക്കണമെങ്കിൽ ഒരു ജോലിക്കാരുണ്ടായേ പറ്റൂ. അപ്പോൾ എന്ത് ജോലിക്ക് പോകുന്ന കുറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് എത്തിയൊരു തീരുമാനമാണ് ഞങ്ങൾ വഴിക്ക്. അപ്പോൾ അതിനായിട്ട് എത്ര റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ കാര്യം കാര്യമാണ്, പക്ഷേ എത്ര ലക്ഷങ്ങളാണ് ഇപ്പോൾ ഇതിന് ഞങ്ങൾ മുടക്കിക്കുന്നത് ഞങ്ങൾക്കറിയുള്ളൂ. അത് നമ്മുടെ കയ്യിലുള്ള കാശുമല്ല. അപ്പോൾ അതിൻ്റേതൊരു ടെൻഷൻ നല്ല മാതിരി എനിക്കുണ്ട്. അപ്പോൾ ആ ടെൻഷൻ്റെ ഇടയിൽ എനിക്ക് ചിലപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ. അതും എൻ്റെ മക്കളോട് സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ മക്കളെ എന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരിനിപ്പോൾ എന്നെ ചവിട്ടി ചില കാര്യങ്ങൾ ആരും മനസ്സിലാക്കില്ല, ചിലത് ആരും മനസ്സിലാക്കില്ല. അത് ചിലപ്പോൾ ഞാനും രണ്ടെണ്ണം തമ്മിൽ ഞങ്ങളോട് മനസ്സിലാക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ടാവില്ലേ. എൻ്റെ ചിലപ്പോൾ സിറ്റുവേഷൻ ചിലപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ചിലപ്പോൾ എന്നോട് സംസാരിച്ചിട്ട് പനിയേട്ടൻ പോണ അവസ്ഥകൾ മനസ്സിലാക്കാൻ ഞാൻ എന്നോട് സംസാരിച്ചിട്ട് അതൊക്കെ ലൈഫിലുള്ളതാണ്. അത് സ്വാഭാവികം, അതൊക്കെ ലൈഫിലുള്ള. എന്നാലും എനിക്കൊന്നേ പറയുള്ളൂ, എൻ്റെ മക്കൾ ഇന്നും അത് 4 ഒരേപോലെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. അത് 4 എൻ്റെ ഒരു ബലമാണ്. എനിക്ക് മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റാണ്. അത് ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാനത് പറയണത്. അത് കുറേ ആൾക്കാരുണ്ട് പൊന്നിന് വേണ്ട അങ്ങനെ പറയണവരുണ്ട്. അത് ഞാനെന്തൊക്കെ പറയണം ഞാൻ പറയേ ഞാൻ മിണ്ടുമ്പോഴേക്കും കാരണം ഒരു ക്യാരക്ടറൊന്നുമില്ല. പക്ഷെ മക്കൾ എന്നൊരു വാക്ക് സംസാരിക്കുമ്പോഴേക്കും ഞാൻ പറയേ അത് ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ കണ്ണിൽ വെള്ളം നിറയും, എൻ്റെ ശബ്ദത്തിന് ഒരു പതർച്ച സംഭവിക്കുക, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് കേട്ടോ. ഞാനും വിചാരിച്ചു മക്കള് പറഞ്ഞിട്ട് നമ്മളൊരാളോട് അത് മക്കള് 4 ഒരേപോലെ. പക്ഷെ ഈ ആൾക്ക് അതുക്കും മേലാണ് സ്ഥാനം. ഈ 4-നേക്കാളും മേലെയാണ് ഈ ആളുടെ സ്ഥാനം. അതെന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ടാണല്ലോ 28 വർഷം ഞങ്ങൾ ഈ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോണത്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐക്യനാണ്. അടിപിടി കുത്തൊക്കെ ഉണ്ട്. അടിപിടി വെച്ചാൽ കൈയോടുള്ളതല്ല, നാവോടുള്ള അടിപിടിയൊക്കെ ഉണ്ട്, വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേയേറെ കണ്ടറിഞ്ഞ് ഞങ്ങള് ലൈഫിൽ പോണ ആൾക്കാർ തന്നെയാണ്. തമ്മിൽ ചതിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോണ ഒരു ഭാര്യ ഭർത്താവ് ബന്ധമാണ് ഞങ്ങളുടെ. എന്താ വെച്ചാൽ അന്വേഷണം ഇപ്പം ഞാൻ എന്താന്നുള്ളത് അന്വേഷണം കറക്റ്റ് അറിയാം. ഉണ്ണി എന്താണ്, ഉണ്ണിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ള അന്വേഷണം കറക്റ്റ് അറിയാം. ഉണ്ണി അതന്നെ അടുത്ത് ഞാൻ പറയാൻ പോണത്. എൻ്റെ അന്വേട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് നല്ല മാതിരി അറിയാം. എൻ്റെ അന്വേട്ടൻ ഞാൻ പറയില്ലേ ഓരോ സമയത്തും ഞാൻ പലരും പറയും നിങ്ങൾ എന്തിനാ എൻ്റെ കൂടെ കാറിൽ കയറി പോകണം, നിങ്ങൾക്ക് വീട്ടിൽ നിന്നൂടെ. അത് എനിക്കറിയാം. ആ സീറ്റിൽ ഞാൻ ഉണ്ടെങ്കിലാണ് അന്വേട്ടൻ ഹാപ്പി ആവുള്ളൂ. അത് അന്വേട്ടൻ്റെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ അന്വേട്ടൻ്റെ ഒപ്പം ഞാൻ വേണം, ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 20 വർഷം ഗൾഫിൽ നിൽക്കുമ്പോൾ ഞാൻ എടുത്തില്ല. പക്ഷെ അതാ കല്യാണം കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരു 18 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ 20 വർഷം എന്ന് പറഞ്ഞാൽ അന്വേട്ടൻ ഗൾഫിൽ പോയി സമയത്തുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-18 വർഷത്തോളം 16 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു 5-8 വർഷത്തോളമായിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുണ്ട്. ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഒരു ദിവസം അങ്ങനെയാണ് തൈറോയിഡിൻ്റെ ഇതൊരു റോയലിൽ അഡ്മിറ്റായി. പിന്നെ കുടിക്കുമ്പോൾ പ്രസവിച്ചിട്ടു. 2-3 ദിവസമാണ് ഞങ്ങൾ 8 വർഷത്തോളം ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. എത്ര കോടികൾ ആസ്തി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ വിട്ടിട്ടേക്ക് ഒരു വഴിക്ക് പോകാൻ ഇഷ്ടമില്ല. അതെന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞേ
അത് ഈ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് അങ്ങനെ നിങ്ങൾക്ക് വയസ്സായത് നിങ്ങൾ എപ്പോഴും തന്നെ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം എന്നാണ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആൾക്കാർക്ക് പലതും ചിന്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ കെട്ടിപ്പിടുത്തം ഇതൊക്കെ നിങ്ങളുടെ സ്നേഹം കൊണ്ടുള്ളതാണ്, അല്ലാണ്ട് അതിന് വേറെ ചിന്തിക്കരുത്. കാണരുത്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. അല്ല, അതങ്ങനെ ആ കാണേണ്ടത് വേറെ തരത്തിൽ അതിപ്പോ നിങ്ങളുടെ പബ്ലിക്കിൽ വിളിക്കുകയാണ് എന്തായാലും വരില്ല. ഞാൻ ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കും, അപ്പൊ എന്നോട് നോക്കും ഷോപ്പല്ലേ വെച്ചിട്ട്. പക്ഷെ അതെന്റെ എന്നോട് എനിക്ക് തോന്നുന്നൊരു ഇഷ്ടമാണത്. ഞാൻ നടന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ അത് ഒരു പൊട്ട ചിന്ത, ഒരു പൊട്ട മൈൻഡോ അല്ല, അതങ്ങനെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. ഞങ്ങളിങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്ന് ഞങ്ങളുടെ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് കൂടുതലും എൻ്റെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് കൂടുതൽ പുറത്തുനിന്നുള്ളവരുടെ സപ്പോർട്ടുണ്ട്. ഓൺലൈനിൽ ഇപ്പോൾ ചുരിദാർ എനിക്ക് കൂടുതൽ പറഞ്ഞു. അതിലേക്കൊരു കുട്ടി ഗുരുവായിരുന്നു മെസ്സേജ്, ഒരു ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണ്, പ്രസവിക്കാറായിട്ടില്ല, ഏത് മാസം നവംബറിൽ ഡെലിവറി ആക്കി അപ്പോഴേ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചേച്ചി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചേച്ചിയുടെ നിന്ന് മേടിക്കും എന്നൊരു ആഗ്രഹം. അങ്ങനെ പറഞ്ഞ കുട്ടി ആദ്യം എൻ്റെ അടുത്ത് പിന്നെ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തത് കണ്ടു. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചുരിദാർ മേടിച്ചേക്കാൻ സന്തോഷം. ആ കുട്ടി നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി, അങ്ങനെ ഒരു അതേപോലെ തന്നെ എരുമപ്പെട്ടിന്ന് ഒരാൾ വിളിച്ചിട്ടാണ് എനിക്ക് ഇതുപോലെ പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് കാശ് പോയി എൻ്റെ ചുരിദാർ കിട്ടിയില്ല. അപ്പോൾ നിങ്ങളോടുള്ളൊരു വിശ്വാസമാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. അതും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ അമേരിക്കയിൽ എവിടെയാണ് ചേച്ചി നമ്മുടെ ബ്ലോഗ് കാണാറുണ്ടോന്നു. അപ്പോൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ചേച്ചി 4 ചുരിദാർ മേടിച്ച് ഞങ്ങൾ കൊറിയറിൽ ഒക്കെ അഡ്രസ്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാ ചേച്ചി. അപ്പം അതൊക്കെ നമ്മൾ വിശ്വസിച്ച് ചെയ്യണം. അത് വെറുതെ മാറ്റി വെക്കില്ല, അവര് അതിന്റെ എമൗണ്ട് അതൊക്കെ തന്നുട്ടാ, ക്യാഷൊക്കെ തന്നു, അതവിടെ വെച്ചു. ഞാൻ പറയുമ്പോ അയച്ചാൽ മതി എന്നാണ് പറയുന്നത്. ആകെ ഒരു പ്രശ്നം ഉണ്ടായത്, ഒരു ചേച്ചിക്കാണ് ഞാൻ ഇപ്പൊ ഇത്ര കൊറിയർ ഇതിന്റെ പ്രശ്നം. ചേച്ചിക്ക് സാധനം അവിടെ എത്തിയിട്ടില്ല, അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം. പിന്നെ അതിൻ്റെ ഒരു കേസ് ഉണ്ടായത്, ഫോൺ നമ്പർ ഞാൻ അവരോട് അയച്ചവിടെ അവർ അയച്ചെന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ വാട്സപ്പ് നമ്പർ തന്നെ കൊടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു കോളും അങ്ങോട്ട് പോലും വാട്സപ്പ് ഒരു മെസ്സേജ് ഞാൻ എന്തോ പറ്റുള്ളൂ തോന്നുന്നു. എന്നിട്ട് അവർ എന്നോട് ചിന്തിച്ച് ചുരിദാർ കിട്ടുമ്പോൾ ഞാൻ നമ്പറെല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്താണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഞാൻ അയച്ച ആൾക്കാരൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എവിടേക്കായിരുന്നു? പത്തനംതിട്ട അല്ല പത്തനംതിട്ട, കോട്ടയം കൊല്ലം, അങ്ങനെ എന്തോ കാഞ്ഞപ്പള്ളി അങ്ങനെ എന്തോ ഒരു സ്ഥലം കേട്ടോ. എന്തായാലും അപ്പൊ പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോ അപ്പൊ അവര് അയ്യോ ആ നമ്പറല്ല, ഞാൻ അച്ഛന്റെ നമ്പർ, ഈ നമ്പറേക്ക് വിളിച്ചിട്ട്. അപ്പൊ അതെന്റെ കുട്ടിലേക്ക് സന്തോഷം. അപ്പൊ അതെന്റെ കുട്ടിയല്ല, അവര് അങ്ങനെ ചെറിയ തെറ്റുകള് എന്തെങ്കിലും കൂട്ടത്തില് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ അതെന്തായാലും അത് പരിഹരിച്ചു തരും. നിങ്ങളുടെ കൂടെ നമ്മളെ വിശ്വസിക്കുന്ന കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമുക്ക് ഒരു കേസ് വരെ കൊറിയർ കൂടി വന്നപ്പോ ഒരു ചുരിദാർ കളർ ഒന്ന് ചേഞ്ച് മാറി. പക്ഷെ ഞാൻ പറഞ്ഞു അത് നമ്മൾ അടുത്തേക്കാരം ഞാൻ കൊടുന്നു തരാന്നുണ്ട്. പക്ഷെ ഇന്നലെ ഓപ്പണിങ് ചെയ്യാനും പറ്റില്ല, ഇന്ന് ഞാൻ ആ കുട്ടിക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു 3 നമ്മളെ ഞാൻ തെറ്റ് പറ്റിയത് ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും. ഇങ്ങനെ ഒരു 3 കാര്യമാണ് എൻ്റെ പറ്റിക്കുന്നത്. അതിലൊരു കാര്യം എൻ്റേതല്ല, അത് അവരെന്നെ നമ്പർ തന്നില്ല, ചോദിച്ചിട്ട് നമ്പർ തന്നെ. അപ്പൊ അവരുടെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്ത നമ്പർ ഞാൻ അടിയിൽ എഴുതി വിട്ടു. അപ്പൊ അവരോട് അപ്പൊ ഞങ്ങള് വിശ്വസ്തയോട് കൂടിയിട്ട് തന്നെ ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ കള്ളത്തരോ കാര്യങ്ങളായിട്ട് വേദിയില്ല. ഞങ്ങൾ സ്ഥാപനമായിട്ട് തുടങ്ങുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്നെ കൂടുതൽ എന്നെ വിശ്വസിക്കുന്നത് എൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഏജിൽ വരെ തോന്നുന്നു. ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യാറില്ല. ഞാനില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും ബുക്ക് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമായി ഞാൻ കുഞ്ഞിനോടാണ് പറയും, ഞാൻ പൊന്നു ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല. പിന്നെ ചിലതൊക്കെ ചെയ്യുമ്പോൾ നീ എങ്ങനെയുള്ളതാണ് എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് വിശ്വസിച്ച് നിങ്ങളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റിപ്ലൈകളും കാര്യങ്ങളും ഞാൻ അപ്പം തന്നിരിക്കും. നിങ്ങളുടെ ഡൗട്ടായാലും കാര്യങ്ങളായാലും മാറ്റി തന്നിരിക്കും. അല്ലാണ്ട് നമ്മളിത് മേടിച്ച് കഴിഞ്ഞു കാശ് തന്നു അയച്ചു കഴിഞ്ഞു നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളതല്ല. നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ അത് നമ്മൾ പരിഹരിച്ചിരിക്കും. ഈ ഒരു വിശ്വസ്തത മാത്രമേ എങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. 100-ൽ 99.3% വിശ്വസ്തതയോടുകൂടി കാര്യം ചെയ്യണം. ഒരു ശതമാനം ചതിക്കില്ലേ ഞങ്ങൾ. എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കേസ് വന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ചതിക്കില്ല.
അതേമാതിരി നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ദീർഘായുസ് കിട്ടാനും ആ ചേച്ചിയുടെ കുടുംബത്തിന് ദീർഘായുസ് കിട്ടാനും നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് അടുപ്പിച്ചു നല്ലതാണ്. ഒരു കേക്ക് ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ അവളിനോട് ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടോയ് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുക്കുന്നത് ഞാൻ കാറ് ഞാൻ പറഞ്ഞു മേടിച്ചു തരും അമ്മ. ഇപ്പം ഈ തിരക്ക് നോക്കി അതിൻ്റെ ഒരു മാല വള പോലും മേടിച്ചില്ല. ഇപ്പം എന്തിനാ ഒരു കുപ്പി വള ഇങ്ങനെ മേടിച്ച് എൻ്റെ 2 കയ്യിലിട്ട് കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞ. അപ്പോൾ അവൾ ഞാൻ എന്നും ചിന്തിക്കട്ടെ, അവൾക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കാനുള്ള സമയം എന്തെങ്കിലും ഇത് കൂടുതൽ ഞാൻ പറയും പിറന്നാളിന് വേണോ വേണ്ടതെന്ന് നമ്മളിക്കും. പിന്നെ മനസ്സിൽ ചിന്തിച്ചു ഏട്ടൻ നാളെ പോവാം. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ 3-4 പ്രാവശ്യം അടുപ്പിച്ചൊരു 3-5 മാസത്തിനോട് ഇങ്ങനെ അടുപ്പിച്ചാണ്. അച്ഛന് വയ്യാണ്ടായിട്ട് വന്നു, പിന്നെ അച്ഛൻ മരിച്ചിട്ട് വന്നു, പിന്നെ അമ്മയ്ക്ക് മരിച്ചിട്ട് വന്നു, പിന്നെ ഏട്ടൻ്റെ എടുത്തിര അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് വന്നു, എടുത്തിര അമ്മ മരിച്ചു. അപ്പോൾ അപ്പോഴും ഏട്ടൻ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പേരുകളായിരുന്നു. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ദിവസമാഴ്ച ഒരു ആപത്തുള്ള ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് നാൾ അവിടെ എത്തിച്ചാൽ ഒരു ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ ഏട്ടനെ എടുത്തപ്പോൾ അമ്മയ്ക്ക് ഇത് നടത്തണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അനിയനും അനിയത്തി പറഞ്ഞിട്ട് 2 ദിവസം ഇവിടെ വന്നിട്ട് ക്ലാസ് ഉണ്ടോ അത് 10ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ചിന്തിച്ചില്ല, അച്ചോട്ടില്ല എന്നിട്ട് ചിന്തിച്ചു. അപ്പം ആ വിഷമം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി രാത്രി കൂടി ഫുഡ് കഴിക്കില്ലേ. ഞാൻ ഇന്നലെ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. അതാ ഞാൻ പറയേണ്ടത്. അച്ചോട്ടിന് ഇതില് രാവിലെ അതൊക്കെ നമ്മുടെ മക്കളാ. അപ്പൊ കുണിക്ക് അച്ചൂട്ടൻ കുഞ്ഞമ്മ ഇതൊക്കെ നമ്മുടെ മക്കളാണ്. അച്ചു രബി ഇതൊക്കെ എന്റെ മക്കളാണ്. അതിലെ ഏറ്റവും സൂപ്പറായി നിങ്ങളുടെ അയൽവാസിന്റെ ധനുഷ്. അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവനെ കൂടിയിട്ട് ഒരു തയ്യപ്പിലെത്തുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ വലിയ നിലയ്ക്കുള്ള കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്നില്ല. വലിയ ഗ്യാസ് വലിയ ഉരുളിയൊക്കെ കൊടുത്തിട്ട് വലിയ മീനൊക്കെ പിടിച്ച് കൊടുത്തിട്ട് നന്നാക്കി കറി. പക്ഷെ എനിക്ക് അതിന് പറ്റിയൊരാളെ കിട്ടണം, എൻ്റെ ഒപ്പത്തിന് നിൽക്കാൻ ഒരാളെ കിട്ടണം. അപ്പോൾ ഒപ്പത്തിന് കിട്ടിയ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് തയ്യപ്പായിട്ട് ഞങ്ങളൊരു വ്ളോഗ് കൊണ്ട് വരും. ഒരാഴ്ച ദിവസം ഞങ്ങൾ ചെയ്യണം. അവരോട് ഞാൻ അവൻ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ധനുഷ് സൂപ്പറാണ്. അങ്ങനെ അപ്പോൾ ഓരോ എല്ലാവരും ബന്ധങ്ങൾ നിങ്ങൾ അതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഓരോ ബന്ധങ്ങളിലെ ഓരോ തീർത്തും പറയാതെ വിട്ടുപോയതല്ല. റിജോന്റെ കാര്യമില്ല. റിജോനെ ഈ ഒരു ഭംഗിയാക്കിയ ഞങ്ങളുടെ ബാക്ക് വശം ഇത്രയും ഭംഗിയാക്കി നമ്മൾ റിജോ ആണ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ പെട്ട് കൊടുത്താണ്. ആരും ഒന്നും ചെയ്യുന്ന റിജോ അവൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ അങ്ങനെയാണ് 3-4-5 ദിവസം ഞങ്ങളുടെ പിന്നാലെ ആയിരുന്നു കേട്ടോ അവ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. ജോലി കഴിഞ്ഞിട്ട് അവന്റെ ജോലി വർക്ക് അവൻ ഈ ഒരു ജോലിക്കാരനല്ല ഒരിക്കലും. അവൻ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാശ് ഇങ്ങനെ കുറച്ചല്ല ഞാൻ നമ്മ മെറ്റീരിയൽ എടുത്താൽ മതി. ഞാൻ 1 രൂപ പോലും അവൻ ഞങ്ങളുടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഓരോ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് രക്തബന്ധം ഉണ്ടായോളന്നില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഒരിക്കലും രക്തബന്ധത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ളൊരു അടുപ്പം മതി. അതേപോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു 25,000-30,000 പേര് ഇങ്ങനെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ അവർ മതി. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമാണ്. എൻ്റെ മക്കളായാലും എൻ്റെ പേരക്കുട്ടിയോടും ഒക്കെ ഞാൻ ഹാപ്പി പറഞ്ഞു തന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയോ കുടിക്കുമ്പോൾക്കുണ്ടല്ലോ ഇന്നലെ ചേച്ചി ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്ന മേടിച്ചു കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇന്നേക്ക് എല്ലാം എത്തിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് പിറന്നാൾ ഞങ്ങൾ നക്ഷത്രം നോക്കുമല്ലോ. അന്ന് അമ്മ അടിപൊളിയാക്കി ഇത് ഡേറ്റ് ആയിട്ട് കുളിക്കുമ്പോൾ പിറന്നാൾ വരുന്നത് വേറെ ദിവസമാണ്. അടുത്ത മാസം ഞെട്ടി അത്രയും വലിയൊരു ഗിഫ്റ്റ് കുടിക്കും. അപ്പൊ അതിനിടയിൽ കട്ട് ചെയ്ത് നമ്മൾ ക്ഷണിച്ചൊരു എന്താണ് കേട്ടോ. അപ്പൊ അവരോട് കുറച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞത് അപ്പൊ നമ്മുടെ കൃപ ഇൻസ്റ്റ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഉപ്പുമണ ലൈറ്റും കൃപയും ഒക്കെ ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയിൽ പേജിൻ്റെ പേരാണ് കൃപ കേട്ടോ. അപ്പോൾ ഉപ്പുമണ ലൈറ്റ് ഇൻസ്റ്റ പേജിലേക്ക് പോയാൽ തന്നെ കൃപയുടെ കിട്ടും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് നമ്മളതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിലിടണം. ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇടാം. ഒരു ഏവറേജ് റേറ്റിലൊക്കെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഒട്ടും ലോക്കൽ ഞാൻ മേടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്നാലും മൽക്കോട്ടൻ്റെ കുറേ സാരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ദിവസമായിട്ട് ഓരോ വീഡിയോകൾ ഇടാമല്ലോ. അപ്പോൾ ഈ ഒരു മോഡൽ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ വന്നവരൊക്കെ അതിനേക്കാളും ഉപരി നമ്മള് തടിയുള്ള ഒരു കേക്കൊക്കെ ഒരിക്കലും കാര്യം. അയ്യോ ഈ സാരി എടുത്തപ്പോ നല്ല ഒതുക്കും. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാം. അല്ലെ, നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്നല്ല സെലക്ട് ചെയ്യുക. അത് ഞാൻ അങ്ങനെ തന്നെയായിട്ട് ഞാൻ
ഇഷ്ടപ്പെട്ടവരെന്നല്ല, ആർക്കായാലും ഞാൻ സെലക്ട് ചെയ്തോളുന്നത് നല്ലതിന് മാത്രം ഇതെടുത്തോ. എനിക്കൊരിക്കലും കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളടുത്ത് എടുത്തെടുക്ക് നല്ല ഭംഗിയോ അങ്ങനെ പറയണം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറയണം കേട്ടോ.